വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയാം. അങ്ങനെ ഒരു മേജർ ഹാർട്ട് അറ്റാക്കായിട്ട് വരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇ സി ജി എടുത്ത് നോക്കുമ്പം ഈ ST എലിവേഷൻ എന്ന് പറഞ്ഞ ചേഞ്ച് കാണുകയാണെങ്കിൽ ഉടനെ ഡോക്ടർക്ക് മനസ്സിലാവും അതിനകത്ത് ഈ രോഗിക്ക് ഒരു രക്തക്കുഴൽ 100% ബ്ലോക്ക് ആയിട്ടുണ്ട് എന്നുള്ള മനസ്സിലാകും. ഒരു കാർഡിയോളജിസ്റ്റിന് കണ്ടു കഴിഞ്ഞാൽ ഇ സി ജി കണ്ടു കഴിഞ്ഞാൽ അത് ഏത് രക്തക്കുഴലാണെന്ന് കൂടെ ഏകദേശം ആൻജിയോഗ്രാം ചെയ്തില്ലെങ്കിൽ കൂടി ഏകദേശം നമുക്ക് അനുമാനിക്കാൻ കഴിയും. ഇന്ന രക്തക്കുഴലിലാണ് ബ്ലോക്ക് എന്നുകൂടെ ഒരു കാർഡിയോളജിസ്റ്റിന് അനുമാനിക്കാൻ കഴിയും. അത് പക്ഷേ കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബ്ലോക്ക് കണ്ടതെന്ന് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആൻജിയോഗ്രാം ടെസ്റ്റ് ഉടനെ തന്നെ ചെയ്തു നോക്കണം. ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്തു നോക്കിയാൽ മാത്രമേ നമുക്ക് ആ ബ്ലോക്ക് എവിടെയാണെന്നും അത് എത്ര പെർസെൻറ്റേജ് ആണെന്നും, മിക്കവാറും അത് 100% ആയിരിക്കും. ഇ സി ജി വെച്ചിട്ട് നമ്മളങ്ങനെ കാണുന്നുണ്ടെങ്കിൽ മിക്കവാറും 100% തന്നെ ആയിരിക്കും. 100% ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അത് കൺഫേം ചെയ്യണമെങ്കിൽ ആൻജിയോഗ്രാം പരിശോധനയിലൂടെ കഴിയുള്ളൂ. പിന്നെ ഈ മേജർ ഹാർട്ട് അറ്റാക്ക് അഥവാ ST എലിവേഷൻ MI ആയിട്ട് വരുന്നൊരു രോഗിയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ആൻജിയോഗ്രാമിൻ്റെ കൂടെ തന്നെ അപ്പം തന്നെ ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യും. കാരണം മിക്കവാറും ആ രോഗികൾക്ക് രക്തക്കുഴൽ 100% അടഞ്ഞിരിക്കുകയായിരിക്കും. ആ രോഗികളുടെ കണ്ടീഷൻ എപ്പോൾ വേണമെങ്കിലും വളരെ പെട്ടെന്ന് ക്രിട്ടിക്കലാവുക, മോശമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനത്തെ രോഗികൾ പെട്ടെന്ന് മോശമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ആൻജിയോഗ്രാം ചെയ്ത് ആൻജിയോപ്ലാസ്റ്റിയും അതിനോട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ തന്നെ ടാർഗറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡോർ ടു നീഡിൽ, അതായത് ഡോർ ടു ബലൂൺ, അതായത് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ വാതിക്ക് രോഗി എത്തുകയും കാത്തലാബിൽ കൊണ്ടുപോയി ആ രക്തക്കുഴലിൽ ബലൂൺ ഉപയോഗിച്ച് വികസിപ്പിച്ച് തുറക്കുന്ന ടൈം, ആ ഡോർ ടു ബലൂൺ ടൈം വളരെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ എഫിക്കസിയുടെ ഒരു ഇൻഡിക്കേറ്ററാണ്. ഈ ആൻജിയോപ്ലാസ്റ്റി എന്നാൽ എങ്ങനെയാണ് ഡോക്ടർ അത് ചെയ്യുന്നത്? ആൻജിയോപ്ലാസ്റ്റി എന്നുള്ള ആൻജിയോഗ്രാം ചെയ്യുന്ന പോലെ തന്നെ ആൻജിയോഗ്രാം ചെയ്യാന്ന് ആദ്യമേ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് നമുക്ക് ആൻജിയോഗ്രാം ചെയ്യുന്ന വലത്ത് നമ്മുടെ കൈത്തണ്ടയിലെ റേഡിയൽ ആർട്ടറി കൂടെ ഇവിടെ കൂടെ, അല്ലെങ്കിൽ നമ്മുടെ കാലിലെ ഫെമറൽ ആർട്ടറി കൂടെയോ തുടയുടെ ഇവിടെ നിന്നുള്ള ഫെമറൽ ആർട്ടറി കൂടെയും ചെയ്യാം. രണ്ട് തരത്തിലും ചെയ്യാവുന്നതാണ്. എന്നാൽ പേഷ്യൻസിന് രോഗികൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് കയ്യിലെ രക്തക്കുഴലുകൾ റേഡിയൽ ആൻജിയോഗ്രാം ചെയ്യുന്നതായിരിക്കും അവർക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിരിക്കുക. ഈ രക്തക്കുഴലുകൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ഒരു സൂചി വെച്ചിട്ട് ഒരു ട്യൂബ് അകത്ത് രക്തക്കുഴലിനകത്തേക്ക് ഒരു ട്യൂബ് കയറ്റി വിടുന്നു. ഒരു ഷീത്ത് വെച്ചിട്ട് ട്യൂബ് കയറ്റി വിട്ടിട്ട് അതിനകത്തൂടെ ഒരു നീണ്ട കത്തീറ്റർ ഹൃദയത്തിനുള്ളിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് കടത്തിവിടുന്ന കത്തീറ്റർ ഹൃദയത്തിൻ്റെ രക്തക്കുഴലിനകത്ത് പോയി രക്തക്കുഴലുമായിട്ട് സമ്പർക്കത്തിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് ഒരു ഹൃദയത്തിൻ്റെ രക്തക്കുഴലിനകത്തേക്ക് ഒരു മരുന്ന് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും പുറത്തുനിന്ന് തന്നെ. അപ്പോൾ ആ മരുന്നിൻ്റെ ഒഴുക്ക് നമുക്ക് എക്സ്റേ വെച്ച് അല്ലെങ്കിൽ ആൻജിയോഗ്രാം വഴി നമുക്ക് കാണാൻ പറ്റും. മരുന്നിൻ്റെ ഒഴുക്കിൽ എവിടെയെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അവിടെ ബ്ലോക്ക് ഉള്ളതായിട്ട് നമുക്ക് അനുമാനിക്കാം. അത് എത്ര പെർസെൻറ്റേജ് ബ്ലോക്ക് ഉണ്ടെന്ന് നമുക്ക് ആൻജിയോഗ്രാം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു 70% മെയ്തയുള്ള ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മളതിന് ആൻജിയോപ്ലാസ്റ്റിയാണ് സജസ്റ്റ് ചെയ്യുക. എന്നാൽ ഒരു 70% താഴെ ഒരു 50% ബ്ലോക്കേ ഉള്ളൂ, അല്ലെങ്കിൽ 40% ബ്ലോക്കേ ഉള്ളെങ്കിൽ ആ രോഗിയോട് പറയും ഇത് സൂക്ഷിക്കേണ്ട കാര്യമാണ്, മരുന്ന് കഴിച്ചാൽ മതി, ഉടനെ ആൻജിയോപ്ലാസ്റ്റി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അത്രയും കടുത്തൊരു ബ്ലോക്ക് ആയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറയും. അതായത് 70% താഴെയാണ് നമ്മൾ മെഡിക്കൽ മാനേജ്മെൻറ്റ് മരുന്നുകൊണ്ടുള്ള മാനേജ്മെൻറ്റ് പറയുക. 70% മീതെയാണെന്നുണ്ടെങ്കിൽ നമ്മളതിന് ആൻജിയോപ്ലാസ്റ്റി പറയും. ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അകത്തേക്ക് കടത്തിവിട്ടേക്കുന്ന കത്തീറ്ററിനകത്തൂടെ ഹൃദയത്തിനകത്തേക്ക് പോയേക്കുന്ന ഈ കത്തീറ്ററിനകത്തൂടെ നമ്മൾ നേർത്തൊരു വയറ് കടത്തിവിടും. ഈ വയറകത്തൂടെ കടന്നു പോയി നേർത്ത മുടിനാരിൻ്റെ വലിപ്പമുള്ളൊരു വയറായിരിക്കും. ആ വയറ് നമ്മുടെ ബ്ലോക്കുള്ള ഭാഗത്തിലൂടെ കടന്ന് അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ വയറിന് മീതെ കൂടെ നമുക്ക് ബലൂണും സ്റ്റെൻറ്റുകളും എല്ലാം കടത്തിവിടാൻ പറ്റും. ഈ ബലൂൺ വയറിന് മീതെ കടത്തിവിട്ട് ഈ ബ്ലോക്കുള്ള ഭാഗത്ത് കൊണ്ടുവരുമ്പം എക്സാക്റ്റ് ആ പൊസിഷൻ നമുക്ക് ആൻജിയോഗ്രാം നോക്കിയാൽ മനസ്സിലാവും. ആ പൊസിഷനിൽ വെച്ചിട്ട് ആ ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്യുക, ബലൂൺ വികസിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബ്ലോക്കുള്ള ഭാഗം നല്ലോണം വികസിച്ച് കിട്ടുകയും അത് തിരിച്ച് ചുരുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞാൽ മെറ്റൽ ട്യൂബ് കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് ആ സ്റ്റെൻറ്റ് അവിടെ വികസിപ്പിച്ച് വെക്കുന്നതിനാണ് നമ്മൾ സ്റ്റെൻറ്റിംഗ് എന്ന് പറയുന്നത്. ആൻജിയോപ്ലാസ്റ്റി അതിനാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി വിത്ത് സ്റ്റെൻറ്റിംഗ് എന്ന് പറയുന്നത്. അത് തിരിച്ച് ചുരുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ്, ബലൂൺ ചെയ്ത ഭാഗം തിരിച്ച് ചുരുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെൻറ്റിംഗ് കൂടെ ചെയ്യുന്നത്. ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിന് ശേഷം ആ രോഗിക്ക് ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? ആൻജിയോപ്ലാസ്റ്റി നമ്മൾ മരുന്നുമായിട്ടുള്ള ചികിത്സ വെച്ച് നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു മേജറായിട്ടുള്ള ഹാർട്ട് അറ്റാക്ക്, അത് ST എലിവേഷൻ MI എന്ന് പറയുന്ന മേജർ ഹാർട്ട് അറ്റാക്കുമായിട്ട് വരുന്ന രോഗിക്ക് നമുക്ക് രണ്ട് തരത്തിൽ ചികിത്സിക്കാം. ഒന്ന് മരുന്ന് കൊടുത്ത് ചികിത്സിക്കാം, അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി മുഖേന ചികിത്സിക്കാം. ഏറ്റവും നല്ല ചികിത്സ ആൻജിയോപ്ലാസ്റ്റി തന്നെ ആയതുകൊണ്ടാണ് അതിനെക്കുറിച്ച് മാത്രം ആദ്യം സംസാരിച്ചത്. എന്നാൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാത്തൊരു ആശുപത്രിയിലാണ് ഈ രോഗി എത്തുന്നതെങ്കിൽ ഈ രോഗിയെ നമുക്ക് ആ ആശുപത്രിയിൽ വെച്ച് ചികിത്സിക്കണം, വേറെ ആശുപത്രി വളരെ ദൂരെയാണ് അടുത്ത ആശുപത്രി, അവിടെ വരെ എത്തിക്കാനുള്ള സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മരുന്ന് കൊടുത്തും ചികിത്സിക്കാം. ഈ മേജർ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത് രക്തക്കുഴലിൽ കൊഴുപ്പടിഞ്ഞുള്ള ബ്ലോക്ക് മാത്രമല്ല, ഈ കൊഴുപ്പടിയുന്നതിൻ്റെ മീതെ രക്തം കട്ട പിടിച്ചാണ് ഈ രക്തക്കുഴൽ 100% അടഞ്ഞു പോകുന്നത്.
ഒരു 60-70% അല്ലെ 80% കൊഴുപ്പടിഞ്ഞ ബ്ലോക്ക് ആയിരിക്കും. ബാക്കി ഒരു 20-30% ബ്ലോക്ക് വരുന്നത് ഈ രക്തം അതിനകത്ത് കട്ട പിടിക്കുന്നതുകൊണ്ടാണ്. അപ്പം നമ്മൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ കട്ട പിടിച്ച രക്തം അലിയിച്ച് കളയാം, അതുവഴി രക്തമൊഴുക്ക് പുനഃസ്ഥാപിക്കാൻ പറ്റിയേക്കാം. അതും ആദ്യത്തെ 3 മണിക്കൂറിൽ മാത്രം. ആദ്യത്തെ 3 മണിക്കൂറിലാണ് അതിനുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ. 3 മണിക്കൂർ കഴിഞ്ഞ് 6 മണിക്കൂറായി കഴിയുന്തോറും ആ സമയം കൂടുന്തോറും നമുക്ക് അതിന് ആ രക്തക്കുഴൽ തുറന്നു കിട്ടാനുള്ള സാധ്യത, മരുന്ന് കൊണ്ട് തുറന്നു കിട്ടാനുള്ള സാധ്യത കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ 3 hours എന്ന് പറഞ്ഞാൽ നമുക്ക് മരുന്ന് കൊടുത്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് രക്തോട്ടം പുനഃസ്ഥാപിക്കാൻ പറ്റും. അതായത് കട്ട പിടിച്ച രക്തം അലിയിച്ച് കളയും, തന്മൂലം രക്തോട്ടം പുനഃസ്ഥാപിക്കാൻ പറ്റുകയും ചെയ്യും. പക്ഷേ കൊഴുപ്പടിഞ്ഞിട്ടുള്ള ബ്ലോക്ക് ഉണ്ടല്ലോ, കൊഴുപ്പടിഞ്ഞിട്ടുള്ള ബ്ലോക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അലിഞ്ഞു പോകത്തില്ല. കട്ട പിടിച്ച രക്തം മാത്രമേ അലിഞ്ഞു പോകത്തുള്ളൂ. അപ്പോൾ ഈ കൊഴുപ്പടിഞ്ഞിട്ടുണ്ടായ ബാക്കി 80% ബ്ലോക്ക് അല്ലെങ്കിൽ 70% ബ്ലോക്ക് അവിടെ ബാക്കി കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ചടഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് മരുന്ന് കൊടുത്തു കഴിഞ്ഞാലും മരുന്ന് കൊടുത്ത രക്തക്കട്ടിയെ ലീച്ച് കളഞ്ഞ് പേഷ്യൻ്റെ വേദന കുറഞ്ഞാൽ പോലും നമുക്കൊരു ആൻജിയോഗ്രാം ചെയ്ത് ബാക്കിയുള്ള ബ്ലോക്ക് എന്തോരം ഉണ്ടെന്നുള്ളതുകൂടെ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനൊരു ആൻജിയോപ്ലാസ്റ്റി കൂടെ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമാകുന്നുള്ളൂ. മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ കൊഴുപ്പടിഞ്ഞിട്ടുള്ള ബ്ലോക്ക് ഒരിക്കലും അലിഞ്ഞു പോകത്തില്ല. സാധാരണ ഈ ആൻജിയോപ്ലാസ്റ്റി എല്ലാ തരത്തിലുള്ള രോഗികൾക്കും ചെയ്യാൻ സാധിക്കുമോ ഡോക്ടർ? ആൻജിയോപ്ലാസ്റ്റി എല്ലാ തരത്തിലുള്ള രോഗികൾ ഏജ് ഒരു ഘടകമല്ല. നമ്മൾ ബൈപ്പാസ് സർജറി ആയിട്ട് നോക്കുമ്പോൾ ഏജ് പ്രായം ചെല്ലുന്നതോറും റിസ്ക് കൂടി വരികയാണ് ചെയ്യുന്നത്. പ്രായം ചെല്ലുന്ന സ്ത്രീകൾ അവർക്കൊക്കെ ബൈപ്പാസ് സർജറി റിസ്ക്കിയാണ്. പക്ഷേ ആൻജിയോപ്ലാസ്റ്റിക്ക് നമുക്ക് അങ്ങനെ ഒരു ഏജ് വെച്ചിട്ടൊരു കട്ട് ഓഫ് പോയിന്റ് പറയാൻ പറ്റത്തില്ല. ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രായമേറിയ വ്യക്തി എന്ന് പറഞ്ഞാൽ 92 വയസ്സുള്ള ഒരു രോഗിക്ക് ഞാൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്. അതേപോലെ മേജറായിട്ടുള്ള ഹാർട്ട് അറ്റാക്കായിട്ട് രാത്രി വരികയും രക്തക്കുഴൽ 100% അടഞ്ഞിരിക്കുകയും ചെയ്യുമായിരുന്നു. നമ്മൾ അപ്പോൾ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് രക്തോട്ടം പുനഃസ്ഥാപിക്കും, പേഷ്യൻറ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഏജ് ഒരു കട്ട് ഓഫ് പോയിൻ്റായിട്ട് എനിക്ക് വെക്കാൻ പറ്റില്ല. പിന്നെ കിഡ്നിയുടെ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യാൻ കിഡ്നിയുടെ അസുഖം ഉള്ളവരാണ്. ഡയാലിസിസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അതൊരു പ്രശ്നമല്ല, അപ്പോഴും നമുക്ക് ചെയ്യാം. എന്നാൽ ഡയാലിസിസ് ചെയ്യാതെ മരുന്നുകൊണ്ട് മാത്രം ആണ് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്, കിഡ്നിയുടെ അസുഖമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു നെഫ്രോളജിസ്റ്റിൻ്റെ കൂടെ ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ആ വ്യക്തിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണയായിട്ട് ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിന് ശേഷം രോഗിയുടെ ഒരു വിശ്രമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഡോക്ടർ? ഒരു മേജർ ഹാർട്ട് അറ്റാക്കിന് ശേഷം നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന രോഗിയെ നമ്മൾ ആദ്യത്തെ ഒരു 48 മണിക്കൂർ നേരം ICUവിൽ വെക്കുന്നു. 48 മണിക്കൂറിന് ശേഷം അദ്ദേഹത്തിനെ റൂമിലേക്ക് മാറ്റി റൂമിൽ വെച്ച് ഒരു 3-4 ദിവസം കൂടെ ഒബ്സർവ് ചെയ്യും. 3-4 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന് ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ്. ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 6 ആഴ്ചക്കാലം അദ്ദേഹത്തിന്, അതായത് ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു ഹീലിംഗ് പീരീഡ് നമ്മൾ പറയാം, ആദ്യത്തെ 6 ആഴ്ചക്കാലം വളരെ കെയർഫുള്ളായിട്ട് കൊണ്ടുനടക്കേണ്ട പീരീഡാണ്. ആ ഒരു പീരീഡിൽ കട്ടിയായിട്ടുള്ള ജോലികൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതിനുശേഷം അദ്ദേഹത്തിന് നോർമൽ ലൈഫിലേക്ക്, സാധാരണ ലൈഫിലേക്ക് പതുക്കെ തിരിച്ചു വരാം. പക്ഷേ ഒരു ഗ്രാജുവലായിട്ട്, അതായത് ഒരു ഒറ്റയടിക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പഴയ പോലെ ചെയ്തു തുടങ്ങാതെ ഗ്രാജുവലായിട്ട് ചെയ്യാനേക്കും ഞാൻ അഡ്വൈസ് ചെയ്യാം. ഡോക്ടർ, ആദ്യം ഇതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞപ്പോൾ നെഞ്ചുവേദനയുടെ കാര്യം പറഞ്ഞു. എല്ലാ തരത്തിലുള്ള ഹാർട്ട് അറ്റാക്കിലും നെഞ്ചുവേദന തീർച്ചയായിട്ടും ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ടോ ഡോക്ടർ? സൈലൻ്റ് ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്കും വരാം. സൈലൻ്റ് ആയിട്ട്, അതായത് വലിയ സിംറ്റംസ് ഒന്നും കൂടാതെ തന്നെ ഹാർട്ട് അറ്റാക്ക് വരുന്ന ആൾക്കാർ ഗ്രൂപ്പ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് പ്രായം കൂടിയ ആൾക്കാർ, ഒരു 65-70 വയസ്സിന് മേലെ പ്രായമുള്ള ആൾക്കാർ ടിപ്പിക്കലായിട്ട് ശരിക്കുള്ള നെഞ്ചുവേദന ഒന്നും വരണമെന്ന് ഒരു നിർബന്ധമില്ല. അവർക്ക് ചിലപ്പോൾ ഒരു തളർച്ച മാത്രമേ കണ്ടെന്ന് വരുള്ളൂ, അല്ലെങ്കിൽ ചെറിയൊരു വേർപ്പോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സിംറ്റംസ്, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായെന്ന് വരില്ല. അതിന് സൈലൻ്റ് ആയിട്ടുള്ളത് വരാം. അത് പ്രായം ചെന്നവരിലാണ് കൂടുതലായിട്ട് കാണാം. അല്ലെങ്കിൽ പ്രമേഹ രോഗികളിലും നമുക്ക് വലിയ സിംറ്റംസ്, അതായത് ടിപ്പിക്കലായിട്ടുള്ള ചെസ്റ്റ് പെയിൻ, അതായത് നെഞ്ചിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്ത നെഞ്ചിന് നമുക്ക് ഭാരം കയറ്റി വെച്ച പോലത്തെ ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും വരത്തില്ല. അവർക്ക് ചിലപ്പം ഇതുപോലെ വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സിംറ്റംസ് മാത്രമായിരിക്കും വരിക. ചെറിയൊരു ശ്വാസം മുട്ടലായിരിക്കും അവർക്ക് വരിക, അല്ലെങ്കിൽ തളർച്ച മാത്രമായിരിക്കും വരിക. അപ്പോൾ ഈ ഡയബറ്റിക്സും പ്രമേഹ രോഗികളും പ്രായം ചെന്നവരിലും സൈലൻ്റ് ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സൈലൻ്റ് അറ്റാക്ക്, അതായത് അതിനെ പ്രതിരോധിക്കാനായിട്ട് അതിനെന്തെങ്കിലും മുൻകരുതലുകൾ അല്ലെങ്കിൽ മുൻകരുതലുകളായിട്ട് എന്തെങ്കിലും നമുക്ക് എടുക്കാൻ സാധിക്കും? സൈലൻ്റ് അറ്റാക്കിനെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജനറലായിട്ട് ഹാർട്ട് ഡിസീസിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അത് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പ്രിവെൻഷൻ ആസ്പെക്റ്റാണ് പറയുന്നത്. അതായത് മുമ്പൊരു ഹാർട്ട് അറ്റാക്ക് വരാത്തൊരു രോഗിയിൽ നമ്മൾ പ്രതിരോധം ചെയ്യുന്നതിനെ നമ്മൾ പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നു. എന്നാൽ ഒരു ഹാർട്ട് അറ്റാക്ക് ഒരു പ്രാവശ്യം വന്ന് ഇനി രണ്ടാമതൊരു അറ്റാക്ക് വരുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനെ നമ്മൾ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുന്നു. ഇതിൽ രണ്ടിലും നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മരുന്നുകൾ കൊടുത്ത് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുക, സ്റ്റാറ്റിൻ മരുന്നുകൾ കൊടുക്കുക,
ആസ്പിരിൻ മുതലായ മരുന്നുകൾ ഉപയോഗിക്കുക. അതാണ് സെക്കൻഡറി പ്രിവെൻഷനിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ കൺട്രോൾ ഓഫ് ബ്ലഡ് ഷുഗർ, പ്രമേഹത്തിൻ്റെ നിയന്ത്രണം, പ്രഷറിൻ്റെ നിയന്ത്രണം, അതുപോലെ അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. നമ്മുടെ നോർമലായിട്ടുള്ള ബോഡി വെയിറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൈറ്റിന് വെച്ചിട്ടാണ് ഒരാളുടെ വെയിറ്റ് നിശ്ചയിക്കുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു 160 സെൻറ്റിമീറ്റർ പൊക്കമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത് 60 കിലോഗ്രാം ആയിരിക്കും. അതായത് ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് -100 ആണ് നമ്മുടെ ഐഡിയൽ ബോഡി വെയിറ്റ്. അപ്പം മെയിൻ്റനൻസ് ഓഫ് ആൻ ഐഡിയൽ ബോഡി വെയിറ്റ്, പിന്നെ ബ്ലഡ് ഷുഗറിൻ്റെ കൺട്രോൾ, പ്രഷറിൻ്റെ കൺട്രോൾ, കൊളസ്ട്രോളിൻ്റെ കൺട്രോൾ എന്നിവയൊക്കെയാണ് നമുക്കൊരു ഹൃദ്രോഗം വരാതെ പ്രിവെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ. സാധാരണയായിട്ട് സാധാരണക്കാർക്ക് സംശയമുള്ളൊരു വിഷയമാണ് ഡോക്ടർ അസിഡിറ്റിയും അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്കും. അസിഡിറ്റിയിൽ സാധാരണ നെഞ്ചുവേദന കാണാറുണ്ട്. ഇത് തമ്മിൽ എങ്ങനെയാണ് ഡോക്ടർ നമുക്കൊന്ന് വേർതിരിച്ചറിയാൻ സാധിക്കുക? പലപ്പോഴും അസിഡിറ്റി പോലെ പലരും ഗ്യാസാണെന്ന് ഹാർട്ടിൻ്റെ അസുഖം വരുമ്പോൾ പലരും ഗ്യാസിൻ്റെ പോലത്തെ ഒരു ബുദ്ധിമുട്ടാണ്. നെഞ്ചരിച്ചിലാണ് സിംറ്റം എങ്കിൽ, ഹാർട്ട് അറ്റാക്കിൻ്റെ സിംറ്റം നെഞ്ചരിച്ചിലാണെന്നുണ്ടെങ്കിൽ അവർ പലപ്പോഴും അതിനെ ഗ്യാസായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ ECG ആണ്. അങ്ങനെ ഒരു സംശയമുള്ള രോഗി നമ്മൾ കാഷ്വാലിറ്റിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ അദ്ദേഹത്തിന് ഹൃദ്രോഗം ഉണ്ടാവാനുള്ള ചാൻസ് കൂടെ ഡോക്ടർ നോക്കും. പ്രോബിലിറ്റി ഓഫ് ഹാവിങ് ഹാർട്ട് ഡിസീസ് അത് നോക്കാൻ കുറച്ച് സ്കോറിംഗ് സിസ്റ്റംസും ഉണ്ട്. നമ്മൾ ഈ അദ്ദേഹത്തിന് ഹാർട്ടിന് അസുഖം വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നു. 2 നമ്മളൊരു ECG എടുക്കുന്നു. ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂറിന് ശേഷം 3 to 6 hours കഴിഞ്ഞിട്ട് നമ്മളൊരു ട്രോപ്പണിൻ ടെസ്റ്റ്, അതായത് ഹാർട്ടിൻ്റെ എൻസൈം ടെസ്റ്റ് നോക്കുന്നു. ഇതെല്ലാം ഇതിലൊന്നും കുഴപ്പമില്ല. ECGകളിൽ ഇപ്പം ആദ്യത്തെ ഒരു ECG എടുത്തു, 1 മണിക്കൂർ കഴിഞ്ഞ് ഒരു ECG എടുത്തു, എൻസൈം ടെസ്റ്റ് നോക്കി, ഇതിനകത്തൊന്നും കുഴപ്പമില്ല. 12 hours കഴിഞ്ഞിട്ടുള്ള എൻസൈം ടെസ്റ്റിലും കുഴപ്പമൊന്നും ഇല്ലയെന്ന് വരികില്ല. പിന്നെ നമ്മൾ ഇത് ഗ്യാസ് ആണോ അല്ലയോ എന്നുള്ളൊരു കൺഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്കോയും ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് കൂടെ ചെയ്യാം. എക്കോയും ട്രെഡ്മിൽ ടെസ്റ്റും ചെയ്തിട്ട് അതിനകത്തും ഒരു പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എന്ന് വരികില്ല. പിന്നെ നമുക്ക് ആ പേഷ്യൻ്റ് നമുക്ക് ഗ്യാസിൻ്റെ മരുന്നുകൾ കൊടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനെ കാണിക്കുകയോ ചെയ്യാവുന്നതാണ്. സാധാരണയായി നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണ് നെഞ്ചിടിപ്പ് കൂടുന്ന പോലെ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് കേൾക്കുന്നത്. പാനിക് അറ്റാക്സ് പോലുള്ള കാര്യങ്ങൾ കേൾക്കാറുണ്ട്. അതും ഈ ഹാർട്ട് അറ്റാക്കും തമ്മിൽ എങ്ങനെയാണ് ഡോക്ടർ നമുക്ക് വേർതിരിക്കാൻ പറ്റുക?